ഹായ്, എല്ലാവർക്കും വിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നവരാണോ? എത്ര നാളായിട്ട് നിങ്ങളിങ്ങനെ തോറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്? ശരിക്കും തോറ്റവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ റണ്ണിങ് റേസ് കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടോ അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കാണുന്ന ഇതിൽ 10ാമത് ഓടി വരുന്നവൻ്റെ മാനസികാവസ്ഥ അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? മുന്നിൽ ഓടി മുന്നേറുന്നവനെയാണ് എപ്പോഴും ക്രൗഡ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുള്ളത്. പക്ഷേ അവസാനം ഓടി വരുന്നവൻ്റെ മാനസികാവസ്ഥ അല്ലേ, അതിലൂടെ ആയിരിക്കും പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത്, അതെ ഞാൻ തോറ്റവനാണ്. കണ്ടിരിക്കുന്ന എല്ലാവരും നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്, ലൂസർ. നഷ്ടപ്പെട്ടു പോയവൻ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവൻ, സ്വപ്നങ്ങളിൽ നഷ്ടപ്പെട്ടു പോയവൻ, കരിയറിൽ നഷ്ടപ്പെട്ടു പോയവൻ, വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയവൻ. അതെ, ശരിയാണ്. എങ്ങനെ? ഈ 10ാമത് ഓടി വരുന്നവൻ കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ, ആ ട്രാക്കിൽ ഇറങ്ങി ഓടാൻ കാണിച്ച ചങ്കൂറ്റം, ചുറ്റിനും ഇരുന്ന് കൈയടിച്ച 10,000-ങ്ങൾക്ക് ഇല്ലാതെ പോയൊരു ചങ്കൂറ്റം, ഞാൻ തോക്കുമെന്നറിഞ്ഞിട്ടും വിടാതെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടി കയറിയ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അവൻ്റെ ഒരു കഴിവ്, അവൻ്റെ ഒരു മാനസികാവസ്ഥ, ഇത്ര ആളുകളെ ഫേസ് ചെയ്യാനുള്ള, അവനും മറ്റുള്ളവരെ പോലെ തന്നെ ജയിക്കണമെന്ന് കരുതി ഓടിയവനാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെ പോലെ തന്നെ അവൻ പ്രാക്ടീസ് ചെയ്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി കഷ്ടപ്പെട്ട് ഓടി വന്നവനാണ്. ആ ഒരു ദിവസം, ആ ഒരു നിമിഷം അവന് ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ എങ്ങനെയാണ് ലൂസർ ആവുന്നത്? ശരിക്കും ആരാണ് ലൂസർ? ഇത്രയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു 4 ചുവട് മുന്നോട്ട് നടക്കാൻ പോലും കഴിയാത്ത, അതിനുള്ള ചങ്കുറപ്പില്ലാത്ത, ചുറ്റിനും കൈയടിച്ച 10,000-ങ്ങളാണോ? അതോ ആ ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടി അവസാനമായി എല്ലാവരെയും ഫേസ് ചെയ്ത്, അതേ ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ ലൂസറാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ, എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ ലൂസറല്ല എന്ന ആ ഒരു കോൺഫിഡൻസ് കൂടി വീണ്ടും അടുത്ത മത്സരത്തിന് ഇറങ്ങുന്ന അവനാണോ വിന്നർ? അവനാണോ ലൂസർ? നമ്മളാണോ വിന്നർ? നമ്മളാണോ ലൂസർ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് തിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അയ്യോ, അവർ പറയും വലിയ കാര്യത്തിന് നീ ഇത് ചെയ്യാൻ പോയി, എന്താ വായി, ഞാൻ പറഞ്ഞതാ. ഇതാണ് നമ്മളെ ഏറ്റവും അധികം പിന്നോട്ട് വലിക്കുന്നത്. നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കുന്ന അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു? മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ, മറ്റുള്ളവരാണോ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ വിജയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. അത്തരം ചിന്തകളിൽ ഇരുന്നാൽ നിങ്ങൾ ജീവിതകാലത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തപ്പെടാൻ പോകുന്നില്ല. എനിക്കറിയില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് പണമില്ല, ഇങ്ങനെ 100 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം മറ്റുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കൂ. നിങ്ങൾക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചെറിയ ചെറിയ വിജയങ്ങളും വലിയ വലിയ തോൽവികളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതെൻ്റെ വിധിയാണ്, ഈ ജന്മത്തിൽ ഞാൻ രക്ഷപ്പെടില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ആ 10ാമത് ഓടിയെത്തിയ ആ ചങ്കുറപ്പുള്ളവനുണ്ടല്ലോ, അവനെ പോലെ എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പറയുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല സുഹൃത്തെ. ഞാൻ ഗാലറിയിൽ ഇരുന്ന് പറയും നീ ലൂസറാണെന്ന്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന്. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് പറയത്തേ ഉള്ളൂ, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നീ ഇത്രയും നാളും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ, ഇത്രയും നാളും നീ അതിനു വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, എൻ്റെ വാക്ക് കേട്ടിട്ട് ഒറ്റ നിമിഷം നിനക്ക് അത് ഇട്ടിട്ട് പോകാനാണ്, നീ ഇട്ടിട്ട് പോയിക്കോ, എനിക്കെന്താ നഷ്ടം? ഞാൻ ഗാലറിയിൽ നിന്ന് കൈയടിക്കും, ഞാൻ ഗാലറിയിൽ നിന്ന് നിന്റെ കുറ്റവും പറയും, എനിക്കെന്താ നഷ്ടം? എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചിട്ടില്ല, ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടിയിട്ടില്ല, ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എൻ്റെ നഷ്ടം അല്പം വാക്കാണ്. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നീ ഒരു ലൂസറാണെന്ന് പറഞ്ഞ ഒരേ ഒരു വാക്ക്, അതാണ് എൻ്റെ നഷ്ടം. പക്ഷെ നിന്റെ നഷ്ടമോ? നീ അത് ചിന്തിക്കണം. എന്നിട്ട് അതേ ആർജവത്തോടുകൂടി ആ 10ാമത് ഓടിയെത്തവൻ വീണ്ടും അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്, അവനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർ എന്തും പറയുന്നെന്ന് വിചാരിച്ചോട്ടെ, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. വിധിയെ പഴിച്ച് മുന്നോട്ട് പോവുക,
അല്ലെങ്കിൽ ഇതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കൽ കണ്ടൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മജിക്കൽ സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എപ്പോൾ നിങ്ങൾ വെക്കുന്നോ അപ്പോഴാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് തെളിഞ്ഞു വരുന്നത്. ഈ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകും. ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. എന്നെ കൊണ്ടത് പറ്റുമെന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും അത്യധികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടോ അത് ചെയ്ത് തീർക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. വേറെ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളെ അറിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? നിങ്ങൾക്കത് ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് കളിയാക്കുന്നു, ഇതെല്ലാം ജസ്റ്റ് കണ്ണുകൾ അടച്ച് കാതുകൾ പൂട്ടി നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. ഏറ്റവും അടുത്ത നിമിഷം തന്നെ നിങ്ങളെ ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ അതിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ടുള്ള, അതിലേക്ക് ആദ്യ ചുവട് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിറ്റ് മറ്റൊരു സ്ട്രെങ്തും ഇല്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടാവണം, അത്രയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിത് നേടിയേ അടങ്ങത്തുള്ളൂ. നിങ്ങളോട് തന്നെ പറ, ഇനി എനിക്ക് തോക്കാൻ മനസ്സില്ലെന്ന് പറ. നിങ്ങളെ ചുറ്റും നിങ്ങളെ കളിയാക്കുന്നവരോട് പറ, ഇനി എനിക്ക് തോക്കാൻ മനസ്സില്ലെന്ന് പറ. നിങ്ങളുടെ ചിന്തകളോട് പറ, ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ലെന്ന് പറ. നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നും കാണുന്ന പോലെ എഴുതി വെക്കുക, ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ലെന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ പേഴ്സിൽ എഴുതി വെക്കുക. എപ്പോഴും അത് കാണും. നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പറായിട്ട് ഇടുക. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത ചില വീഡിയോസ് കാണാം, മുഖമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയകൾ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കഴിവിനെ താരതമ്യം ചെയ്യുന്നത് സൗന്ദര്യം വെച്ചിട്ടാണോ? നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. സൗന്ദര്യമില്ലാത്തത് ആരുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാംഗ്വേജിലുള്ള അറിവാണോ? അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഞാൻ എങ്ങനെ ഈ ഇൻ്റർവ്യൂ പങ്കെടുക്കും? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. പക്ഷേ ഉത്തരം കൃത്യമായിരിക്കണം, ആശയം വ്യക്തമായിരിക്കണം. അല്ലാതെ എവിടെ ഈ ചേർക്കും എവിടെ വാസി ചേർക്കും അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്കറിയാവുന്നത് പോലെ പറഞ്ഞാൽ മതി. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജിലുള്ള കഴിവ് കാണിക്കാനല്ല, ഞാൻ പണ്ഡിതനാണെന്ന് കാണിക്കാനല്ല നമ്മൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. ഏത് ജോബിന് വേണ്ടിയിട്ടാണോ നമ്മൾ പങ്കെടുക്കുന്നത് ആ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതേ ഉള്ളൂ. അല്ലാതെ വളരെ ഹൈ ലെവൽ ഇംഗ്ലീഷ് ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ആ ജോലിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. ഒരു ഗ്രാമറും നോക്കണ്ട. നിങ്ങൾക്കറിയാവുന്ന പോലെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അങ്ങനെ എന്ത് സ്റ്റെപ്പ് വെക്കാനാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു കാര്യം മറന്നേക്കുക. എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഇനി എനിക്ക് തോൽക്കാൻ കഴിയില്ല, ഞാൻ തോറ്റും മടുത്തു, ഇനിയും ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ പോസിറ്റീവായിട്ടുണ്ടാകുന്ന ഒരു തോട്ടിന് കിട്ടുന്ന ഒരു വൈബ്രേഷൻ, അതിനെ ബ്രേക്ക് ചെയ്യാൻ ഈ ലോകത്ത് വേറൊരു ശക്തിക്കും സാധിക്കില്ല. നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആഗ്രഹം അത്രയ്ക്ക് വലുതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. നിങ്ങളെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. വേറെ ആരൊക്കെ പുഷ് ചെയ്താലും അത് നടക്കത്തില്ല. കാരണം നിങ്ങളുടെ മനസ്സിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുക, ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ല. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് തൊട്ട് നിങ്ങളുടെ ആ മാജിക്കൽ സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് തെളിഞ്ഞു വരുള്ളൂ. അതിനുവേണ്ട എല്ലാ വഴികളും തീർച്ചയായിട്ടും തുറന്നു വരും. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്താൽ മാത്രം മതി. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു എന്നുണ്ടെങ്കിൽ അത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത നിങ്ങൾ തന്നെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാണില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉറച്ച തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിത് കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി.